ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരവേ മറ്റൊരു ക്രൈസ്തവ യുവതിയെ കൂടി മൂവാറ്റുപുഴയിൽ പീഡിപ്പിച്ച് മതം മാറ്റാൻ നിർബന്ധിച്ചതായി വെളിപ്പെടുത്തൽ. ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയാണ് പീഡിപ്പിച്ച് മുസ്ലിം മതത്തിലേക്ക് മാറ്റാൻ നിർബന്ധിച്ചതെന്നും യുവതി വെളിപ്പെടുത്തുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാനസികപരമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികളും സർക്കാരും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് ഇടെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. സ്നേഹം നടിച്ച് യുവതിയെ സമീപിച്ച് സ്ഥാപന ഉടമ പണവും മറ്റും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുകയായിരുന്നുവെന്ന് യുവതി വ്യക്തമാക്കി. തുടർന്ന് വിവാഹത്തിനായി മതം മാറാൻ നിർബന്ധിച്ച സ്ഥാപന ഉടമ ഇതിനായി മാനസികമായും ശാരീരികമായും സമ്മർദ്ദത്തിലാക്കിയതായും യുവതി പറഞ്ഞു. മതപീഡനത്തിനായി പുസ്തകം നൽകി 3 മാസം പഠിക്കാനും യുവതിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാനസികപരമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികപരമായി ഹെൽപ്പ് ചെയ്യാമെന്നും എനിക്ക് സിസ്റ്റർക്ക് പുറത്തേക്കുള്ള ജോലി നൽകാമെന്നും ഉള്ള വാഗ്ദാനം തരികയും ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കിയ ഞാൻ അവിടെ നിന്നും ജോലി നിർത്തി മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ അദ്ദേഹം അവിടെ എത്തി അയാളുടെ പ്ലേസിൽ തന്നെ വർക്ക് ചെയ്യണമെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹത്തിന്റെ വൈഫിനെയും കുട്ടികളെയും ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും പറയുകയും മതം മാറണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അത് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ഞാൻ എൻ്റെ മതത്തിൽ നിന്ന് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ശക്തമായിട്ട് പറയുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരായി ഞാൻ വർക്ക് ചെയ്തു വന്നിരുന്ന സ്ഥാപനത്തിൽ വരികയും മാനസികപരമായി വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ആയിട്ട് കൂടിയും വളരെ വീട്ടുകാർക്കും എല്ലാവർക്കും ഭീഷണിയായിരിക്കുകയാണ്. അയാളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുള്ള പ്രസ്താവന പോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എന്നെ ശല്യം ചെയ്യുകയാണ്. യുവതിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. സ്ഥാപന ഉടമയുടെ ശല്യം മൂലം ജോലി ഉപേക്ഷിച്ച യുവതി മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറുകയായിരുന്നു. സ്ഥാപനം മാറിയെങ്കിലും 52-കാരനായ ഇയാൾ വിടാതെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയാണെന്നും യുവതി വ്യക്തമാക്കി. യുവതിക്കെതിരെ പിന്നീട് കള്ളപ്പരാതിയുമായി ഇയാൾ രംഗത്തെത്തിയെന്നും യുവതി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് നിയമ നടപടിയുമായി യുവതി രംഗത്തു വന്നിരിക്കുന്നത്. ഷെക്യാന ന്യൂസ് ബ്യൂറോ, കോട്ടയം.